ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഫേസ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ലവ് നേച്ചറിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് മസാജ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് കാണിച്ചാൽ മതി. 4 സൈഡിലും ഓരോ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഈക്വലായിട്ട് നല്ല ഇതായിട്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി. ക്രീം ഇടുമ്പോൾ ചെറിയ ഒട്ടലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഇതിൻ്റെ പുറത്ത് നമുക്കൊരു പോൺസിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം പോയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇനി ഒരു കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കണൊക്കെ ഉണ്ടോ? ഓക്കെ, ഇവിടെ വെളുത്തു പോയാ. ഒരു മിനിറ്റ്, എനിക്ക് ഇതിൻ്റെ മുന്നിൽ എനിക്ക് ഇതാക്കാൻ പറ്റില്ല. ഗൈസ്, എനിക്ക് ഇങ്ങനെ കോമ്പാക്റ്റ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഇതിൽ നോക്കി തന്നെ ചെയ്യണം. ഇതിൽ നോക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കണ്ണാടി ഇരിപ്പുണ്ടൊക്കെ ഉണ്ട്. ഇതിൽ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഐബ്രോ പെൻസിൽ. ഗായ്സ്, നമ്മൾ ഐബ്രോ പെൻസിൽ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക, ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഐബ്രോ പെൻസിൽ എഴുതണം. അതാണ് ഞാനൊക്കെ അങ്ങനെയുണ്ടോ ചെയ്യാറ്. എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം. ഇതൊന്ന് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോസ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടം വരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നീട്ടി എഴുതൂല, കാരണം എനിക്കങ്ങനെ എഴുതാൻ ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതുമ്പോൾ നല്ലൊരു റൗണ്ട് ഫീല് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കൺമഷി ഇട്ട് കൊടുക്കുക, കാജൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ഐബ്രോസ് അല്ല, കൺമഷിയൊക്കെ നമ്മൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐലൈനർ എഴുതണം, പൊട്ട് തൊടണം, മസ്കാര ഇടണം. അത്ര ഉള്ളൂ നമുക്ക് ഇനി ചെയ്യേണ്ടത്. പിന്നെ ലിപ്സ്റ്റിക്കും കൂടെ ഇടണം. അപ്പോൾ ഇതാണ് അടുത്തത്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മിലാപ്പിൻ്റെ ഒരു ഐലൈനറാണ്. ഇത് എന്ന് പറയുകയാണെങ്കിൽ വേഗം നമ്മളിപ്പോൾ ഐലൈനർ അടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ വേഗം പോവില്ല. ഇച്ചിരി കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ അത് പോവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതടിക്കാം. ഗായ്സ്, ഇപ്പുറത്തെ കണ്ണിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ കണ്ണിൽ ഇനി എന്താ വന്നറിയില്ല. ഗായ്സ്, നമ്മൾ 2 കണ്ണും നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മസ്കാര ഇട്ട് കൊടുക്കാം. സൂപ്പർ. ഓക്കെ, ഇതിട്ട് കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി.
ഓക്കെ, അത് അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റാണ്. പൊട്ട് ഇട്ട് കൊടുത്തില്ല. പൊട്ടുകൂടെ നമുക്ക് തൊട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാൻ നൈസായിട്ട് ഇടാറുള്ളൂ, ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചുണ്ട് കറുത്ത് പോവും. അപ്പോൾ അത് കാരണം ഞാൻ നൈസായിട്ട് ഇടാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഹെയറും കൂടെ ചെയ്യണം. ഹെയർ ഞാനൊരു സ്റ്റൈല് ചെയ്യുവാനിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. ഇത് ഓണമൊക്കെ ആയത് കാരണം ഓണക്കോടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് വെക്കാം. ഞാൻ വള ഇതാണ് ഇടുന്നത്. മാല ഞാൻ നേരത്തെ ഇട്ട മാല തന്നെയാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, നമ്മൾ മാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മോതിരത്തിൻ്റെ സെറ്റാണ്. നമുക്ക് ഇതിനകത്തുനിന്നൊരു ചൂസ് ചെയ്യാം. ഞാനിതാ ഈ ഒരു മോതിരമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയാൻ. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുങ്ങണത് ഇതേപോലത്തെ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ചാച്ചാ.